أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما توجه تلقاء مدين قال عسى ربي أن يهديني سواء السبيل. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1310 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 22-23 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما توجه تلقاء مدين قال عسى ربي أن يهديني سواء السبيل. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان قال ما خطبكما قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 22-23 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വളർച്ച യൗവനത്തിന്റെ തികവാർന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഈജിപ്തിലെ ഫിറോവിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയും ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൺമുന്നില് രണ്ടാളുകൾ തമ്മിൽ അടിപിടി നടക്കുന്നത് കാണാനിടയാവുകയൊക്കെ ചെയ്യുന്നു. ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച ബനു ഇസ്രായേൽക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടി മൂസ അലൈഹി ഇസ്ലാം ഇടപെടുകയും ഇരുവരുടെയും ശത്രു സമൂഹത്തിൽപ്പെട്ട ഖിബ്തി വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഈ ബനു ഇസ്രായേൽക്കാരനോട് അടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് മൂസ അലൈഹി ഇസ്ലാം ഒരു ഇടി വെച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടാവുകയുണ്ടായി. അതില് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രഹരമേറ്റ ആ ആള് മരിച്ചുപോയ സംഭവവും അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം ചില തീരുമാനങ്ങളൊക്കെ ചില ദൃഢനിശ്ചയങ്ങളൊക്കെ എടുത്തതുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് പിറ്റേ ദിവസം മൂസ അലൈഹി ഇസ്ലാം സമാനമായ ഒരു രംഗം വീണ്ടും നേരിടുന്നത്. ആ ഘട്ടത്തില് ബനു ഇസ്രായേൽക്കാരൻ ഖിബ്തിയുമായിട്ട് ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആ ബനു ഇസ്രായേൽക്കാരൻ തലേ ദിവസം മൂസ അലൈഹി ഇസ്ലാം ഒരാളെ ഇടിച്ച് അയാൾ മരിച്ചു പോകാൻ ഇടയായ സാഹചര്യമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുപോലെ ഇന്ന് എന്നെ കൊല്ലാൻ വേണ്ടി നീ മുതിരുകയാണോ എന്നൊക്കെ ചോദിച്ചൊരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്നാണ് തലേ ദിവസം നടന്ന ആ കൊലപാതകത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനാണ് പങ്കുള്ളത് എന്ന കാര്യം നാട്ടിലെ പ്രമാണിമാരുടെ ശ്രദ്ധയിലും
പരിഗണനയിലേക്ക് എത്തുന്നതും അവര് മൂസ അലൈഹി ഇസ്ലാമിനെതിരിലൊരു നടപടി സ്വീകരിക്കാൻ വേണ്ടി കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെയായ കാര്യങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിനോട് ഗുണകാംക്ഷ ഉണ്ടായിരുന്ന ഒരാള് ഒരുപാട് അകലെ നിന്ന് ഓടി വന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ഈ കാര്യമാണ് കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിച്ചത് ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ എന്നാണ്. ആളുകള് താങ്കൾക്കെതിരിൽ താങ്കളെ കൊന്നുകളയാൻ വേണ്ടി ആലോചിക്കുകയാണ് പ്രമാണിമാര്. അതുകൊണ്ട് നിങ്ങൾ വേഗം എവിടുന്ന് പുറപ്പെട്ടു പോയിക്കോ, ഞാൻ ഗുണകാംക്ഷ കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം മൂസ അലൈഹി ഇസ്ലാമിനെ ധരിപ്പിക്കുന്നത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് നാടുവിട്ട് പെട്ടെന്ന് പോവുകയാണ്. വളരെ കരുതലും ജാഗ്രതയൊക്കെ കാണിച്ചുകൊണ്ട് ഭയപ്പാടോടുകൂടി മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം പുറപ്പെടുന്നത്. റബ്ബി നജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, പടച്ച തമ്പുരാനെ അതിക്രമികളായ ഈ ജനതയിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം പുറപ്പെടുന്നത്. ഇത്രയും ആയത്തുകള് അല്ലെങ്കിൽ ഇതുവരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള 2 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പുറപ്പെടുന്നത് ഒരു പ്രത്യേക ദിശയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. തീർത്തും അനിശ്ചിതമായ വിധത്തിലല്ല. എന്തോ ഒരു ഉൾവിളി കാരണമായിട്ട് അദ്ദേഹം മദിയൻ പ്രദേശത്തിന്റെ ദിശയിലേക്കാണ് പുറപ്പെടുന്നത്. മദിയൻ പ്രദേശത്തേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് നേരത്തെ ആലോചിച്ചുറച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് കൊണ്ട് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ യാത്ര പുറപ്പെടൽ തന്നെ വളരെ അവിചാരിതമായി വന്നു ചേർന്ന ഒരു സംഗതിയാണ്. ഫറോവയുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ആള് പെട്ടെന്ന് ഒരു നാൾ അതുപോലെയുള്ള പ്രിവിലേജസ് ഒക്കെ നഷ്ടപ്പെട്ട് പോവേണ്ടി വരികയാണ്. അപ്പൊ എങ്ങോട്ട് പോകണം, എവിടെയാണ് അഭയമുള്ളത് എന്നതൊന്നും ഒരു ധാരണയില്ല. ആ ഒരു അവസ്ഥയിലാണ് മൂസ അലൈഹി ഇസ്ലാം മിസ്ർ വിട്ടു പോകേണ്ടി വരുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി, അദ്ദേഹം മദിയൻ ലക്ഷ്യമായി തെരഞ്ഞെടുത്തതിനൊരു കാരണം മദിയൻ പ്രദേശം അന്ന് ഈജിപ്തിന്റെ വിശാലമായ സാമ്രാജ്യ പരിധിക്കകത്ത് ആയിരുന്നില്ല എന്നതായിരിക്കും. വളരെ അടുത്ത് തന്നെ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. പക്ഷെ അത് ഈജിപ്തിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശമായിരുന്നില്ല. സിനായ് മരുഭൂമിയുടെ ചില ഭാഗങ്ങൾ, മുഖ്യമായൊരു ഭാഗം ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്നെങ്കിലും ഈ അഖബ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ മദിയൻ പ്രദേശം, ആ പ്രദേശം ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ ആ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈജിപ്ത് അതിന്റെ ഭരണ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനെ അവിടുന്ന് പിടികൂടി തിരിച്ചു കൊണ്ടുവരും എന്ന ഒരാശങ്കയില്ലാത്ത വിധത്തിൽ, അതിന് പറ്റുന്ന വിധത്തിലാണ് അദ്ദേഹം ഈ ഒരു ലക്ഷ്യം തെരഞ്ഞെടുക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ ആയത്തുകൾ നോക്കാം. വലമ്മ തവജ്ജഹ തിൽഖാ മദിയന, അങ്ങനെ അദ്ദേഹം ആ ഘട്ടത്തില് മദിയനിനെ ലക്ഷ്യമാക്കി മദിയനിന്റെ നേരെ മുഖം തിരിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ യാത്ര പുറപ്പെട്ടു. തിൽഖാ മദിയൻ എന്ന് പറഞ്ഞാൽ മദിയനിന്റെ നേരെ, മദിയനിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. തവജ്ജഹ എന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ മദിയനിന്റെ ദിശയിലേക്കാണ് അദ്ദേഹം തന്റെ മുഖം തിരിച്ചു വെച്ചത്. ആ ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറപ്പെടുന്നത്. അപ്പോ കാല, ആ ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാം തന്റെ പ്രതീക്ഷ എന്തായിരുന്നു എന്നത് പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ സബീൽ, എന്റെ രക്ഷിതാവ് എനിക്ക് ശരിയായ മാർഗം
കാണിച്ചു തരുമായിരിക്കും എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. മദിയനിലേക്കുള്ള ശരിയായ മാർഗം കാണിച്ചു തരും എന്ന് തന്നെ അവിടെ ഒന്നുമില്ല. സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രം എന്നുള്ള നിലക്ക് മദിയൻ അദ്ദേഹം കണ്ടെത്തുന്നു എന്നത്, ഇനി അതല്ല തനിക്ക് സുരക്ഷിതമായത് എന്നതാണെങ്കിൽ മറ്റേതെങ്കിലും ദിശയിലേക്ക് തന്നെ തിരിച്ചു വിടുമായിരിക്കും. ഇനി മദിയനാണ് സുരക്ഷിതമായതെങ്കിൽ അങ്ങോട്ട് എന്നെ അള്ളാഹു വഴി കാണിച്ച് എനിക്ക് അങ്ങോട്ട് വഴി എളുപ്പമാക്കി തരുമായിരിക്കും. ഈ ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം പുറപ്പെടുന്നത്. വലമ്മ തവജ്ജഹ തിൽഖാ മദിയന, മദിയനെ ലക്ഷ്യമിട്ടുകൊണ്ട് മദിയന്റെ നേരെ അദ്ദേഹം പുറപ്പെടുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്: അസാ റബ്ബി അൻ യഹ്ദിയനി സവാ സബീൽ, ശരിയായ വഴി എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരുമായിരിക്കും, ശരിയായ വഴിയിലൂടെ എന്നെ എന്റെ നാഥൻ കൊണ്ടുപോകുമായിരിക്കും എന്ന നിലക്കാണ് അദ്ദേഹം ആ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്. അപ്പൊ മദിയനാണ് അദ്ദേഹം ലക്ഷ്യമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് മദിയൻ എന്ന ഭൂപ്രദേശം പരാമർശിക്കപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ ശുഐബ് അലൈഹിസ്സലാമിന്റെ ദൗത്യം നിർവഹണം നടത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശം എന്നുള്ള നിലക്ക് ആ നാട്ടുകാര് അതിന് ശുഐബ് അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിന് ചെവിക്കൊടുക്കാതെ നിലക്കൊള്ളുകയും അതിനെ തുടർന്ന് അവര് ശുഐബ് അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയുള്ള സംസാരം നടത്തുകയൊക്കെ ചെയ്ത കാരണമായിട്ട് ദൈവിക നടപടി ഉണ്ടായ കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മൂസ അലൈഹി ഇസ്ലാം പുറപ്പെട്ടത് ശുഐബ് അലൈഹിസ്സലാമിനെ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടോ അദ്ദേഹത്തെ കണ്ടുമുട്ടാം, അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ആണ് എന്നതിന്റെ യാതൊരു സൂചനയും ഖുർആൻ നൽകുന്നില്ല. മാത്രവുമല്ല, ഇവിടെ ഈ മദിയനില് ശുഐബ് അലൈഹി ഇസ്ലാം എത്തിപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ എത്തിപ്പെടുന്നുണ്ട്. ആ വ്യക്തി ശുഐബ് അലൈഹി ഇസ്ലാം ആണ് എന്നൊരു സൂചന ഖുർആൻ നൽകുന്നില്ല. ചില ഹദീസുകളിൽ അങ്ങനെയുള്ള സൂചനകൾ കാണാൻ കഴിയും. അത് ശുഐബ് അലൈഹി ഇസ്ലാം ആവാം, അതല്ലെങ്കിൽ ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യത്വം ഉണ്ടായിരുന്ന ഒരാള്, ചിലരങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാകാം. ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മദീനയിലേക്ക്, ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ നാട്ടിലേക്കാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പുറപ്പെടുന്നത്. അവിടെ ശുഐബ് അലൈഹി ഇസ്ലാം ഉണ്ട് എന്നോ അദ്ദേഹം തനിക്ക് അഭയം നൽകുമെന്നോ ഒന്നുമുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. അങ്ങനെയുള്ള കണക്കുകൂട്ടലൊന്നും മൂസ അലൈഹി ഇസ്ലാമിന് ആ ഘട്ടത്തിലില്ല. അള്ളാഹു ഒരു വഴി കാണിച്ചു തരും എന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ആ യാത്രയില് വലമ്മ വറദ മാ മദിയന, അദ്ദേഹം മദിയനിന്റെ ഒരു ജലസ്രോതസ്സിനടുത്ത് എത്തിയപ്പോ, മദിയൻകാരുടെ അറിയപ്പെടുന്ന ഒരു കിണറാണത് എന്നാണ് പറയപ്പെടുന്നത്. മദിയനിലെ ഒരുപക്ഷെ ധാരാളം ഇടയന്മാരും നാട്ടുകാരും ഒക്കെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്ന ഒരു കിണർ. അതാണ് മദിയന്റെ മദിയൻ എന്ന പേരിൽ ഇവിടെ ഖുർആൻ പരാമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളം നേർത്തുള്ളൂ. മദിയൻ എന്നതുകൊണ്ട് ഇവിടെ ജലസ്രോതസ്, കിണർ എന്നൊക്കെയാണ് ഖുർആൻ പണ്ഡിതന്മാര് മനസ്സിലാക്കുന്നത്. വലമ്മ വറദ മദിയൻ, മദിയന്റെ ജലസ്രോതസ്സിനടുത്ത് അദ്ദേഹം എത്തിയപ്പോ, ആ മദിയൻകാരുടെ അറിയപ്പെടുന്ന കിണറിനടുക്കല് മൂസ അലൈഹി ഇസ്ലാം എത്തിയപ്പോ വജദ അലൈഹി ഉമ്മതം മിനന്നാസ്, അവിടെ ജനങ്ങളുടെ കൂട്ടത്തിലെ ചില സംഘങ്ങളെ അദ്ദേഹം കാണുകയുണ്ടായി. ചില മനുഷ്യക്കൂട്ടങ്ങളവിടെ വെള്ളം ശേഖരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അവരിലേറെ പേരും ഇടയന്മാരാണ്. അവരുടെ കന്നുകാലികൾക്ക്, ആടുകൾക്ക് വിശേഷിച്ച് അവരുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി വെള്ളം ശേഖരിക്കാൻ എത്തിയിട്ടുള്ള സംഘങ്ങളാണ് കിണറിനടുക്കൽ ഉണ്ടായിരുന്നത്. വജദ അലൈഹി,
ആ ജലസ്രോതസ്സിനടുത്തായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി ഉമ്മത്തം മിനന്നാസ്, മനുഷ്യരിൽപ്പെട്ട ചില സംഘങ്ങൾ, ചില മനുഷ്യ സംഘങ്ങൾ അവിടെ ജലം ശേഖരിക്കാനായിട്ട് എത്തിയതായിട്ട് അദ്ദേഹം കണ്ടു. യസ്ഫൂൻ, അവര് ഈ മദിയനിൽ നിന്ന് ജലം എടുത്തുകൊണ്ട് തങ്ങളുടെ കന്നുകാലികൾക്കൊക്കെ അല്ലെങ്കിൽ തങ്ങളുടെ ആടുകൾക്കൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവയ്ക്ക് കുടിക്കാൻ, അവയെ കുടിപ്പിക്കുകയാണ്. യസ്ഫൂൻ എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഈ ആളുകള് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് തങ്ങളുടെ ആട്ടിൻപറ്റത്തിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയാണ്. വജദമിന്ദൂനിഹിം ഇമ്രഅതൈൻ, അവരുടെ ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളുടെ കുറച്ചപ്പുറത്തായിട്ട് അകലെയായി മാറി നിൽക്കുന്ന രണ്ട് പെണ്ണുങ്ങളെയും അദ്ദേഹം കാണുകയുണ്ടായി. ഇമ്രഅതൈൻ, രണ്ട് സ്ത്രീകൾ മാറി നിൽക്കുന്നുണ്ട്. തദൂദാൻ, അവര് തങ്ങളുടെ ആട്ടിൻപറ്റത്തെ അങ്ങനെ തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ കാത്തു നിൽക്കുകയോ ആയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന് കാണാൻ പറ്റുക. ഈ രണ്ട് പെണ്ണുങ്ങളും അവരുടെ ആട്ടിൻപറ്റത്തെയുമായിട്ടാണ് ആ ജലസ്രോതസ്സിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അവര് ധൃതിപ്പെട്ട് ഇടിച്ചു കയറി ബാക്കിയുള്ളവരോട് തിക്കും തിരക്കും കൂടിയിട്ട് തങ്ങളുടെ ആടുകൾക്ക് ആദ്യം വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി ധൃതിയൊന്നും കാണിച്ച് നിൽക്കുന്നില്ല. അവര് സ്വയം നിയന്ത്രിച്ച് തങ്ങളുടെ ആട്ടിൻപറ്റത്തെ അങ്ങനെ തടഞ്ഞു നിർത്തി അവിടെ ഒന്ന് മാറി നിൽക്കുകയാണ്. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം കാണുന്ന കാഴ്ച. അപ്പോ അദ്ദേഹം ഇപ്പോ അങ്ങ് വന്ന് ചേർന്നിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, മാ ഖത്ബുക്കുമ ഖാല മാ ഖത്ബുക്കുമ. ആ സ്ത്രീകളോടായിട്ട്, രണ്ട് പെണ്ണുങ്ങളോടായിട്ട് മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്താണ് നിങ്ങളെ കാര്യം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എന്താ ഇങ്ങനെ മാറി നിൽക്കണം, നിങ്ങൾ എന്താണ് നേരിടുന്ന പ്രശ്നം, നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് മൂസ അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചു. മാ ഖത്ബുക്കുമ, ഖത്ബ് എന്ന് പറഞ്ഞാൽ വിവരം എന്നേ അർത്ഥമുള്ളൂ. അതിന്റെ ഉദ്ദേശാർത്ഥാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ വിഷയം, എന്താണ് നിങ്ങളുടെ കാര്യം, നിങ്ങളെ ഇങ്ങനെ നിങ്ങൾ മാറി നിന്ന് ഇങ്ങനെ നിൽക്കുന്നതിന്റെ താല്പര്യം എന്താണ്, എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്നതാണ് ചോദ്യം. കാലത്ത അവരിരുവരുമായിട്ട് പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്തിറ റിആഉ, ഈ ഇടയന്മാര് അവരുടെ ആട്ടിൻപറ്റവുമായിട്ട് അങ്ങ് പോകുന്നത് വരെ, പുറപ്പെട്ടു പോകുന്നത് വരെ ഞങ്ങള് വെള്ളം എടുക്കുന്നില്ല, ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റൂല. ധാരാളം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരുടെ ആട്ടിൻപറ്റങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവയ്ക്കൊക്കെ വെള്ളം കൊടുത്ത് അവരവിടുന്ന് പോകണം. അത് പോകുന്നത് വരെ വെള്ളം എടുക്കാൻ വേണ്ടി ഈ ജലസ്രോതസ്സിലേക്ക് വരാതെ ഞങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ലാ നസ്ഖി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കന്നുകാലികളെ കുടിപ്പിക്കുന്നില്ല എന്ന് വായിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന നിലക്കും വായിക്കാം. ഹത്താ യുസ്തിറ റിആഉ, ഈ റാഴികള്, റാഴി എന്നതിന്റെ ബഹുവചനാണ് റിആ എന്ന് പറയുന്നത്. ഇടയന്മാരാണ് ഉദ്ദേശിക്കുന്നത്. കന്നുകാലികളെ, ആടിനെയൊക്കെ മേയ്ക്കുന്ന ഷെപ്പേർഡ്സ് ആണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അവര് പുറപ്പെടുന്നത് വരെ ഈ ഷെപ്പേർഡ്സ് ഒക്കെ ഇവിടുന്ന് തങ്ങളുടെ ആടുകളൊക്കെ ആയിട്ട് ഇവിടുന്ന് അങ്ങ് പോകുന്നത് വരെ ഞങ്ങളുടെ ആട്ടിൻപറ്റത്തിന് വെള്ളം കൊടുക്കാറില്ല, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയാറില്ല. ഇതാണ് ഞങ്ങൾ നേരിടുന്ന പ്രശ്നം. വാബൂന ഷെയ്ഖുൻ കബീർ, മാത്രമല്ല ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ പിതാവ് വളരെ വൃദ്ധനായ ഒരാളാണ് താൻ. ഇതാണ് അവരുടെ അവസ്ഥ. വീട്ടില് വാപ്പ മാത്രമാണ് ആണായിട്ടുള്ളത് എന്നൊരു സൂചന അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ആട്ടിൻപറ്റത്തെ ഞങ്ങള് വെള്ളം കുടിപ്പിക്കാറുള്ളത് ഈ ഇടയന്മാരൊക്കെ അവരുടെ ആട്ടിൻപറ്റത്തിന് വെള്ളം കൊടുത്ത് അവരവിടുന്ന് പോയതിന് ശേഷമാണ്. അവരുടെ ഇടയിൽ വന്ന് ഇടിച്ചു കയറി തിക്കും തിരക്കും കൂട്ടി വെള്ളം ശേഖരിക്കുക എന്നുള്ളത് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളൊന്നും ഇല്ല. ഉള്ളത് വാപ്പയാണ്. വാപ്പ ഒരുപാട് പ്രായം ചെന്ന ഒരാളാണ്.
ഞങ്ങള് ഈ ഇടയന്മാര് അവരുടെ ആവശ്യം ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഈ ജലാശയത്തിന്റെ അടുത്തേക്ക് വരാറുള്ളത്. എന്നിട്ട് ഞങ്ങളുടെ കന്നുകാലികൾക്ക് വെള്ളം ശേഖരിച്ചു കൊടുക്കാറുള്ളത് എന്നതാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഇടയന്മാര് പോകുന്നത് വരെ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ സാധിക്കാറില്ല എന്നതാണ് ഞങ്ങള് അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇതാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ഈ രണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞ മറുപടി. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു, മാ ഖത്ബുക്കുമ, എന്താണ് നിങ്ങളുടെ കാര്യം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നതായിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് ഈ രണ്ട് സ്ത്രീകൾ അങ്ങനെ പറയുകയുണ്ടായത്. മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്ന കാര്യമാണ് ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു പറയുന്നത്. ഓൺ ദ വേ അവര് ആ മദിയനിലേക്ക് എത്താറാകുന്ന ആ ഘട്ടത്തിലാണ് ഒരു ജലസ്രോതസ്സിനടുക്കല് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് മൂസ അലൈഹി ഇസ്ലാം കാണാനിടയാകുന്നതും അല്പം മാറി രണ്ട് പെണ്ണുങ്ങള് അവരുടെ ആട്ടുംപറ്റവുമായിട്ട് നിൽക്കുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാം അങ്ങോട്ട് ചെന്ന് ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രകൃതം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നുണ്ട്. നേരത്തെ ഒന്നാമത്തെ ദിവസം മൂസ അലൈഹി ഇസ്ലാം പട്ടണത്തിലേക്ക് ഈജിപ്തിലെ പട്ടണത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ ആളുകൾ തമ്മിൽ ശണ്ട കൂടുന്ന കണ്ടപ്പോ അതില് മൂസ അലൈഹി ഇസ്ലാം വളരെ പെട്ടെന്ന് ഇടപെടുകയാണ്. രണ്ടാമത്തെ ദിവസവും അതുപോലെ ഒരു കാഴ്ച കണ്ട് അതില് ഇടപെടുന്നത് കാണുന്നു. മൂന്നാമത്തെ ഒരു ദിവസം നമ്മളിപ്പോ അല്ലെങ്കിൽ മദിയനിലേക്ക് അദ്ദേഹം പുറപ്പെട്ടതിന് ശേഷം യാത്രക്കിടയില് വഴിയിൽ വെച്ച് ഒരു ജലാശയത്തിന്റെ അടുക്കല് രണ്ട് പെണ്ണുങ്ങൾ മാറി നിന്ന് കാത്തു നിൽക്കുന്ന കണ്ടപ്പോ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഇടപെടാൻ മൂസ അലൈഹി ഇസ്ലാം ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സൂചിപ്പിക്കുന്ന, ഇത് തരുന്ന ഒരു വലിയൊരു സൂചന, മൂസ അലൈഹി ഇസ്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങളില് ഇടപെടുന്ന ഒരു പ്രകൃതമുള്ള ഒരാളാണ്. നമ്മുടെ കാലഘട്ടത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എല്ലാ നിലക്കും ഒരു ആക്ടിവിസ്റ്റ് ആണ് മൂസ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത്. നാട്ടിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും അറിയാതെ അതിലൊന്നും ഇടപെടാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. മറിച്ച് എന്ത് ചെറിയ വിഷയങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ ഇടപെടുകയും സാധിക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുമുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും ധിക്കാരിയായ, ഏറ്റവും സ്വേച്ഛാധിപതിയായ, ഏറ്റവും അഹങ്കാരിയായ ഒരു ഭരണാധികാരിയുടെ അടുക്കിലേക്കാണ് അള്ളാഹു വൈകാതെ അദ്ദേഹത്തെ നിയോഗിച്ചയക്കാൻ പോകുന്നത്. അതിനു വേണ്ട എല്ലാവിധ കർമ്മപരമായ പ്രകൃതിപരമായ ഒക്കെ പ്രത്യേകതകളും സാധ്യതകളും ഒക്കെയുള്ള ഒരാൾ തന്നെയായിരുന്നു മൂസ അലൈഹി ഇസ്ലാം. ബനൂ ഇസ്രായേൽ സമൂഹം നേരിട്ടുകൊണ്ടിരുന്ന അതിസങ്കീർണമായ സാഹചര്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എവിടെയെങ്കിലും സുഭിക്ഷതയിലോ സുഖലോലുപതയിലോ കഴിയാൻ സാധിക്കുന്ന ഒരാളല്ല മൂസ അലൈഹി ഇസ്ലാം. ഒരു പ്രശ്നം അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതില് എന്താണ് തനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് അതിൽ ഇടപെടാൻ ധൃതിയും സന്നദ്ധതയും ഒക്കെ കാണിക്കുന്ന ആളാണ് മൂസ അലൈഹി ഇസ്ലാം എന്നത് നമുക്ക് ഈ രണ്ട് മൂന്ന് സംഭവങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നത് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ മദിയനെ ലക്ഷ്യമാക്കി അദ്ദേഹം പുറപ്പെടുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈജിപ്തിന്റെ രാഷ്ട്രീയ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമല്ല മദിയൻ എന്നതിനാലായിരിക്കണം. അതാണ് അദ്ദേഹം മദിയൻ ചൂസ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമായിട്ടുണ്ടാവുക. അവിടെ അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ദീർഘകാലം നിലക്കൊണ്ടു, അദ്ദേഹം വൃദ്ധനായ ഒരു അവസ്ഥയിലാണുള്ളത് എന്നൊന്നുമുള്ള കാര്യമൊന്നും അറിഞ്ഞുകൊണ്ടല്ല മൂസ അലൈഹി ഇസ്ലാം പുറപ്പെടുന്നത്. അള്ളാഹു തന്നെ എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് നയിക്കും, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പിന്തുണയും അതുപോലെ മാർഗദർശനവും ഒക്കെ എനിക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മൂസ അലൈഹി ഇസ്ലാം പുറപ്പെടുന്നത്. അങ്ങനെയാണ് ഈ മദിയൻകാരുടെ ഈ ജലസ്രോതസ്സിൽ, മദിയൻകാരുടെ കിണറിന്റെ അടുക്കല് അദ്ദേഹം എത്തുന്നത്. അവിടെയാണ് ഈ ഇടയന്മാരെയും മാറി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെയൊക്കെ അദ്ദേഹം കാണാനിടയായത്.
ഇത് സംബന്ധമായി ഈജിപ്തിൽ നിന്ന് ഫറോവയുടെ കൊട്ടാരം വിട്ട് മൂസ അലൈഹിസ്സലാം പുറപ്പെടുന്നത് മദിയനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എന്ന കാര്യം ബൈബിളും വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് നമുക്ക് തെൽമൂദില് വിവരിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. തെൽമൂദ് പറയുന്നത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോയ മൂസ അലൈഹിസ്സലാം നേരെ പോയത് എത്യോപ്യയിലേക്കാണ്, അബിസിനിയയിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന രാജാവ്, അബിസിനിയക്കാരനായ രാജാവ് മൂസ അലൈഹി ഇസ്ലാമിനോട് വലിയ സൗഹൃദം കാണിച്ചു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ രാജാവിന്റെ ഒരു സുഹൃത്തായി മാറി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ രാജാവ് മൃതി അടഞ്ഞു. അതിനെ തുടർന്ന് ജനങ്ങള് രാജാവുമായുള്ള ആ അടുത്ത സൗഹൃദത്തിന്റെയൊക്കെ ബലത്തില് ജനങ്ങൾ അദ്ദേഹത്തെ, മൂസ അലൈഹി ഇസ്ലാമിനെ പുതിയ രാജാവായി വാഴാൻ അവർ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ നിശ്ചയിച്ചു. അങ്ങനെ തുടർന്ന് ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹി ഇസ്ലാം ആ രാജാവിന്റെ വിധവയായ രാജ്ഞിയെ വിവാഹം ചെയ്തു. അങ്ങനെ തുടർന്ന് വർഷങ്ങളോളം, 40 വർഷത്തോളം അദ്ദേഹം അവിടെ ഭരണം നിർവഹിച്ചു എന്നൊക്കെയാണ്. ഈ 40 വർഷം അദ്ദേഹം അവിടെ ഭരണാധികാരിയായി നാട്ടില് ഭരണം നിർവഹിച്ചൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഏകദേശം 40 വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരില് നാട്ടില് അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന രാജ്ഞി രംഗത്ത് വരുന്നത്. ജനങ്ങളോട് പരാതി പറയുന്ന വിധത്തിലാണ് അവർ രംഗത്ത് വരുന്നത്. തന്നെ ഇയാള് വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിലും താനുമായി യാതൊരു വിധത്തിലുള്ള ശാരീരിക ബന്ധത്തിനും ഇദ്ദേഹം സന്നദ്ധനല്ല. മാത്രവുമല്ല, ഈ അബിസീനിയക്കാരുടെ ദേവന്മാരെയും ദേവിമാരെയും ദേവതകളെയും ഒന്നുമല്ല ഇദ്ദേഹം ആരാധിക്കുന്നത്. ഇദ്ദേഹം അവരെയൊന്നും ആരാധിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് രാജ്ഞി മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കുകയുണ്ടായത്. അതോടെ ജനങ്ങള് അദ്ദേഹത്തോട് അധികാരം വിട്ടൊഴിയാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങളും സ്വത്തുവകകളും ഒക്കെ കൊടുത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് തൽമൂദ് പറയുന്ന ഒരു കഥ. അങ്ങനെ നാട്ടിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ട് അബിസിനിയയിൽ നിന്ന് അദ്ദേഹം നാട്ടിൽ നിന്ന് പറഞ്ഞയക്കപ്പെടുന്നത് ഏകദേശം അദ്ദേഹത്തിന് 67 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അങ്ങനെയാണ് അദ്ദേഹം മദീനയിലേക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഈ 67-ാമത്തെ വയസ്സിലോ മറ്റോ ഈ അബിസിനിയയിൽ നിന്ന് പോയി മദീനയിലേക്ക്, അങ്ങനെയാണ് മദീനയിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്നാണ് തൽമൂദ് ഇത് സംബന്ധമായിട്ട് വിവരിക്കുന്നത്. യഥാർത്ഥത്തില് ഇത് ചരിത്രപരമായ പിൻബലമില്ലാത്ത, ഖുർആനോ ബൈബിളോ ഒന്നും ഒരു സൂചനയും നൽകിയിരുന്നില്ലാത്ത മറ്റൊരു കഥയാണ്. ഈ കഥ ഒട്ടും വസ്തുതാപരമാവാൻ സാധ്യതയില്ല എന്നതാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ബൈബിളും അതിനോട് യോജിപ്പുള്ള നിലക്കുള്ള ഒരു വിവരണമാണ് നൽകുന്നത്. അപ്പൊ ഈ അബിസീനിയയില് പോയി 10-40 വർഷം അധികാരിയായിട്ട് വാണു, രാജാവായിട്ട് അവിടെ കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു കഥ തീർത്തും കൽപ്പിതമായ ഒരു കഥയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഖുർആന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മദീനയിൽ എത്തുന്ന മൂസ അലൈഹി ഇസ്ലാം ഇളം പ്രായക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ഘട്ടത്തില് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയൊക്കെ തുടർന്ന് നമ്മൾ വായിക്കാനിരിക്കുന്നുണ്ട്. മദീനയിലെ ജലസ്രോതസ്സിനടുക്കല് എത്തിയ ഘട്ടത്തില്, അല്ലെങ്കിൽ അവിടുന്ന് ആ സ്ത്രീകൾക്ക് വെള്ളം എടുക്കാനൊക്കെ സഹായിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹം മാറി നിന്നൊരു പ്രാർത്ഥന നടത്തുന്ന കാര്യമൊക്കെ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് നേരെ ആ യുവാവായ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം മദീനയിലേക്കാണ് പോകുന്നത്, നേരെ മദിയൻ പ്രദേശത്ത് ആണ് എത്തിച്ചേരുന്നത് എന്നതാണ്. തൽമൂദ് പറയുന്ന കഥ തീർത്തും ഖുർആനോട് യോജിക്കാത്ത ഒരു ഭാവന സൃഷ്ടിയായ ഒരു കഥയായിരിക്കാനാണ് സാധ്യത. മാത്രവുമല്ല,
ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാര് പലപ്പോഴും ബൈബിളും തൽമൂദും ഒക്കെ പകർത്തി വെക്കുകയാണ്. ഖുർആനിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്, ഖുർആൻ രചിക്കപ്പെട്ടത് ബൈബിളിനെയും തൽമൂദിനെയും ഒക്കെ പകർത്തിക്കൊണ്ടാണ് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. യഥാർത്ഥത്തില് തൽമൂദ് പറയുന്ന ഈ കഥകളൊന്നും ഖുർആൻ അംഗീകരിക്കുന്നില്ല. അത്തരം അടിസ്ഥാനരഹിതമായ വിവരണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഖുർആൻ ഈ കഥകൾ വിവരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ മദിയൻ എന്ന പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അഖബ ഉൾക്കടലിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം ഇന്ന് ബിദർ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിനോട് ചേർന്നാണ് ഈ സ്ഥലം. അതുപോലെ മഗായിറു ഷുഐബിനും മഗാറാത്ത് ഷുഐബ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ഷുഐബ് അലൈഹി ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സ്ഥലം. അവിടെ മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മദിയൻ വാസക്കാലത്ത് അദ്ദേഹത്തിന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം എടുത്തു കൊടുത്തിരുന്ന ഒരു കിണറൊക്കെ ഉള്ളതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ബൈബിളില് ഷുഐബ് അലൈഹി ഇസ്ലാമിനെ ആ പേരിൽ പരാമർശിക്കുന്നില്ല. അതിലുള്ള മറ്റൊരു പേരാണ് ഷുഐബ് അലൈഹി ഇസ്ലാമിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മറ്റൊരു പേരാണ് അവിടെ കാണാൻ കഴിയുക. റെയുവേൽ എന്ന്, അതുപോലെ ഇത്രോ എന്നീ പേരുകളിലാണ് ഇദ്ദേഹം പരാമർശിക്കപ്പെടുന്നത്. മദിയനിലെ മുഖ്യ പുരോഹിതനായിരുന്ന ആള് എന്നുള്ള നിലക്കാണ് ബൈബിൾ അതിനെ സൂചിപ്പിക്കുന്നത്. തൽമൂദില് ഇദ്ദേഹം പരാമർശിക്കപ്പെടുന്നത് ഹുബാബ് എന്ന പേരിലാണ്. തൽമൂദ് പ്രകാരം ഈ ഷുഐബ് അലൈഹിസ്സലാമിന് ഈ മദിയനിലെ ഈ രണ്ട് സ്ത്രീകളുടെ പിതാവായിരുന്ന ആള്, അദ്ദേഹം ഈജിപ്തിലെ ഫിറോവിനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. അതുപോലെ മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്ന കാലത്ത് ഈജിപ്തിലെ ബനു ഇസ്രായേൽക്കാർക്ക് എതിരില് ഫിറോവിനും ജബുതി വംശജരും സ്വീകരിച്ച ഉന്മൂലന നടപടികൾ, അതിനെതിരിലൊക്കെ വളരെ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. അതിനെ തുടർന്നാണ് അദ്ദേഹം ഈജിപ്തുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുകയും ഈജിപ്തിലേക്ക് വരാതാവുകയും ചെയ്തത്. അതിന്റെ മുമ്പ് ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫിറോവിനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ്. ഈ ബനു ഇസ്രായേൽക്കാരെ ദ്രോഹിക്കുന്ന കാര്യം അതിനോട് എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചതിനെ തുടർന്നാണ് ഈജിപ്ത് അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതും രാജാവുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുന്നതും ഒക്കെ എന്നതാണ് തൽമൂദിൽ നൽകുന്ന വിവരണം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാനൊക്കെ ഇടയുണ്ട്. എന്തായാലും അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരനായിരുന്നു ഷുഐബ് അലൈഹിസ്സലാം, അല്ലെങ്കിൽ ഈ പരാമർശിക്കപ്പെടുന്ന ചരിത്ര കഥാപാത്രം. അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകൻ മിദിയാൻ ഇബ്നു ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളുടെ പുത്രനാണ്, അല്ലെങ്കിൽ പൗത്രനായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ ഷുഐബ് അലൈഹിസ്സലാമിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് നാട്ടിൽ ഭരണം നിർവഹിച്ച ഒരാളാണ് ഈ പറയപ്പെട്ട ആള് എന്ന നിലക്കും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.